ദൈവങ്ങളെല്ലാം നീതിയുടെ ഭാഗത്താണ്. സത്യം, ധർമ്മം, നീതി, മനുഷ്യത്വം, അതാണ് എല്ലാ മതങ്ങളും പറയുന്നത്. എല്ലാ ദൈവങ്ങളും ആ പാതയിലാണ്. അതുകൊണ്ട് ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തായിരിക്കും, ആ ഭാഗത്തായിരിക്കില്ല. പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ പറയുന്നുവെന്നും രാഷ്ട്രീയത്തിൻ്റെ കാപട്യം ഇവിടെ ഇല്ല എന്ന കാര്യവും അവർക്കറിയാം, ദൈവങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരെല്ലാം പോയി ദൈവത്തെ രാവിലെ കണ്ട് കൈകോപ്പിയാലും വണങ്ങിയാലും അവരെ പറ്റിയൊക്കെ ദൈവത്തിനറിയാം. വാസ്തവത്തിൽ ആ യാത്രയുടെ ഉപജ്ഞാതാവ് കനകോലുവായിരുന്നു. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക്, അതിൻ്റെ പോളിസി മേക്കിങ്ങിൽ, സ്ട്രാറ്റജി വർക്കൗട്ടിൽ എല്ലാം ആശ്രയിക്കേണ്ടത് പണം കൊടുത്താൽ ആർക്ക് വേണ്ടിയും തന്ത്രം മെനയുന്ന ഒരാളെയാണെന്നുള്ളത് ആ പാർട്ടിയുടെ ശക്തിയെ കാണിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ബത്തേരി ക്യാമ്പിൽ ഞങ്ങളെല്ലാം വായിച്ചത് മുഖ്യ താരം കനകോലു ആയിരുന്നുവെന്നാണ്. കനകോലുവിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം എനിക്കറിയില്ല, ആർക്കും അറിയില്ല. വേറൊരു പാർട്ടി ഇതിനേക്കാളും കവിഞ്ഞ പണം കൊടുത്താൽ ഈ ഉപദേഷ്ടാവ് അങ്ങോട്ട് പോകാൻ മടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത്തരക്കാർ പറയും എന്ത് പേര് വേണം യാത്രയ്ക്ക്, പേരെന്താ യാത്രയുടെ? പുതിയ യാത്ര. ആ പേര് പോലും ഒരു പക്ഷേ കനകോലു കൊടുത്തതായിരിക്കും. സ്വന്തമായ ഒരു പേര് പോലും കോൺഗ്രസ് പാർട്ടിക്ക് നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത വിധത്തിൽ ആ പാർട്ടി ഈസ് കംപ്ലീറ്റ്ലി ഹൈപ്പോത്തിക്കേറ്റഡ് ടു കനകോലു. UDF, കോൺഗ്രസ് എല്ലാം പൂർണ്ണമായിട്ടും കനകോലുവിന് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യപ്പെട്ട പാർട്ടിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് വല്ലതും പറയാണ്ടെങ്കിൽ അവർ പറയട്ടെ, അപ്പോൾ നമുക്ക് പറയാം.